ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ ഡി സുരേഷ് കുമാർ തന്ത്രിയെ വേട്ടയാടുകയാണ്, അന്വേഷണത്തെ വഴിതെറ്റിക്കുകയാണ്, ഇതൊരു പുതിയ തന്ത്രമാണെന്നുള്ളതാണ് രാഹുൽ ഈശ്വർ അടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്ന ആക്ഷേപം. പെട്ടെന്ന് മറുപടി. രാഹുൽ ഈശ്വർ എക്സ്ട്രീമിസ്റ്റായി വികാരപരമായി സംസാരിച്ചതിന് ചില കാരണങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ട്രയൽ വരട്ടെ എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, അനിഷ്ടമായ എന്തെങ്കിലും ശബരിമലയിൽ സംഭവിച്ചാൽ ഞാൻ നടയടച്ചിട്ട് പോകും എന്ന് ഇതേ തന്ത്രി തന്നെ നേരത്തെ പ്രഖ്യാപിച്ചത് അദ്ദേഹം ഇവിടെ സന്ദർഭവശാൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞാൻ മറ്റു കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്തരത്തിൽ അവിടെ ഈ സ്വർണ്ണപ്പാളി ഇളക്കിയെടുക്കാൻ വേണ്ടി ഏതെങ്കിലും രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ, ആരെങ്കിലും മുന്നിട്ടിറങ്ങിയാൽ, അപ്പോൾ അദ്ദേഹത്തിന് ഇതേ കാര്യങ്ങൾ തന്നെ അവിടെ പറയാമായിരുന്നു. കാരണം ശബരിമലയിലെ അവസാന വാക്കെന്ന് പറയുന്നത് തന്ത്രിയുടേതാണ് എന്നത് ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഈശ്വർ തന്നെ ഇവിടെ അടിവരയിട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞു. മറ്റൊരു കാര്യം, അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങും അതുപോലെ തന്നെ ആധാരപരമായിട്ടുള്ള മറ്റൊരു കേന്ദ്രവുമാണ്. ഇത് രണ്ടും ഒരേ ദിശയിൽ സഞ്ചരിച്ചാൽ മാത്രമേ ശബരിമലയിലെ കാര്യങ്ങൾ വിഘ്നം കൂടാതെ നടക്കുകയുള്ളൂ എന്ന് ശബരിമലയെ ആരാധിക്കുന്ന ഏതൊരു ഭക്തനും അറിയാവുന്നതാണ്. ഏതൊരു കേരളീയനും മലയാളിക്കും ശബരിമലയെക്കുറിച്ച് അറിയുന്ന ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ കുറേ കാലമായി CPM-ൻ്റെ പ്രതിനിധികളായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ ഇത്രമാത്രം എക്സ്ട്രീമിസ്റ്റായി സംസാരിച്ചിട്ടില്ല. ഞാനിന്നതുവരെ ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട CPM-ൻ്റെ നേതാക്കന്മാരുമായി എനിക്ക് അടുത്ത പരിചയമില്ല, ഒരാളൊഴികെ. പക്ഷേ ഞങ്ങൾക്കാർക്കും ഇത്രയും എക്സ്ട്രീമിസ്റ്റായി സംസാരിക്കാൻ കഴിയാതിരുന്നത് ഞങ്ങൾ വ്യക്തമായി ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ പറഞ്ഞു, തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരെ ഒരു കാരണവശാലും സംരക്ഷിക്കുന്ന നിലപാട് CPM സ്വീകരിക്കുകയില്ല എന്ന്. ഇന്ന് എന്തിനാ രാഹുൽ ഈശ്വർ അടക്കമുള്ള ആളുകൾ യു-ടേൺ അടിക്കുന്നത്? അത് ഈ കാര്യങ്ങളിൽ CPM പറഞ്ഞ നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം ചിന്തിക്കാൻ സാധ്യതയുണ്ട്. SITയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം കോടതി തന്നെ പ്രഖ്യാപിച്ച കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. യാതൊരു വിധത്തിലുള്ള ബാഹ്യസമ്മർദ്ദവും SITക്ക് മേലില്ല എന്നുള്ളത് ഇന്ത്യയിലെയും കേരളത്തിലെയും മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. കുറച്ചാളുകളെ കുറച്ചു കാലത്തേക്ക് വേണ്ടി മാത്രം പറ്റിക്കാൻ കഴിയും. അതാണ് രാഷ്ട്രീയ എതിരാളികൾ, ഞാനത് സൂചിപ്പിക്കുന്നില്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും BJP-യുടെയും പ്രതിനിധികൾ കഴിഞ്ഞ കുറേ കാലമായി ഈ അപരാധം മുഴുവനും CPM-ൻ്റെയും അതിൻ്റെ നേതാക്കന്മാരുടെയും തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി വളരെ ബോധപൂർവമായ പരിശ്രമം നടത്തി. ഇപ്പോൾ അന്വേഷണം ശരിയായ ദിശയിലേക്ക് പോകുമ്പോൾ ചിലർക്ക് വിറളി ഉണ്ടാകുന്നുണ്ട്. അത് പ്രശ്നമല്ല എന്നുള്ളത് കൊണ്ട് പത്മകുമാറും വാസുവും വിജയകുമാറും ഒക്കെ അറസ്റ്റിലായത് ഇല്ലാതാവുന്നില്ല. ഞാൻ അങ്ങയിലേക്ക്